ഗൈസ്. അപ്പം നമ്മൾ BR ബോയ് അടിച്ചിട്ടുണ്ട് ഗൈസ്. സോ അപ്പം എനിക്കത് കാണിക്കാനായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ എന്തായാലും നമുക്കത് ഹിസ്റ്ററി പോയിട്ട് കാണാം. ഓക്കെ, അപ്പം ഇതാണ് ഗൈസ് ഫസ്റ്റ് ബോയ് എൻ്റെ BRലെ എൻ്റെ സോളോയിലെ ഫസ്റ്റ് ബോയാണിത്. സോ നമുക്ക് എത്രത്തോളം വിസിബിൾ ആവുമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ കൊള്ളാം ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് BRൽ ഇങ്ങനെ ബോയ് അടിക്കുന്നത്. അതും മീൻസ് ഇതില്, അതായത് സോളോയിൽ ബോയ് അടിക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. ഓക്കെ, അപ്പം ഇതൊന്ന് കണ്ടു നോക്കുക, എങ്ങനെയുണ്ടെന്നൊന്ന് പറയാ. പിന്നെ ഗൈസ്, നമ്മുടെ ചാനലിൽ ഇപ്പോൾ 12 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. നമുക്കൊരു 500 സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയെങ്കിലും എത്തിക്കണം. സോ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് കില്ലിങ് ഏരിയ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് MP5 കിട്ടും. ഞാനിപ്പോൾ ടോക്കൺ മാറ്റിയിട്ട് MP5 എടുക്കും. ഞാനിവിടെ നിന്ന് ഇങ്ങോട്ട് മാറുമ്പോഴത്തേക്കായിരിക്കും ഇതിന്, പക്ഷെ അവൻ എനിക്ക് കില്ലെടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, കണ്ടില്ലേ, MP5 കിട്ടി. ഇനിയാണ് കളികൾ. ഇവിടെ നിന്ന് ഞാൻ 2 കില്ല് ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ ഞാൻ പാസ്സാക്കി എടുക്കും. ഇവിടെ നിന്ന് തന്നെ എനിക്ക് 2 കില്ല് സിമ്പിളായിട്ട് എനിക്ക് എടുക്കാൻ പറ്റും. കണ്ടില്ല, കല്യാണത്തിന് ഡാമേജ് കൊടുത്തിട്ടായിരുന്നു. ഇതിപ്പോൾ ഈ ഒരു ഇതും കൂടി ഇപ്പം തന്നെ എടുത്ത് കഴിയുക, ആ ടൈമിൽ തന്നെ എനിക്ക് അടുത്തത് എടുക്കാനായിട്ടാണ്, ആ കില്ലും കൂടി അങ്ങ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഞാൻ ആ സൈഡിലോട്ട് ചെല്ലുമ്പോഴത്തേക്കാണെങ്കിൽ എനിമീസ് ഒന്നും ഇല്ല. ഇനി ഞാൻ വിചാരിച്ച് നേരെ വണ്ടിയുടെ പുറകുവശത്തേക്ക് വരുമ്പോൾ അതാ ഒരു എനിമി. ഒന്നും നോക്കിയില്ല, ഒറ്റയടി ആ എനിമീനെ അങ്ങ് തീർത്തു. അത് കഴിഞ്ഞിട്ട് അതുകൊണ്ടാ വേറൊരു എനിമി. ഒന്നും നോക്കിയില്ല, നൈസിനെ അങ്ങ് ഞെക്കിപ്പിടിച്ച് അവനെ അങ്ങ് ഒറ്റ തീർക്കൽ. പിന്നെ എന്താന്ന് അറിഞ്ഞൂടാ, താഴെയായിട്ടൊരു എനിമി ഉണ്ടായിരുന്നു. എനിക്ക് അവനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അത് ആക്ച്വലി ഞാൻ ആ ഒരു ഏരിയയിലോട്ട് ചെന്ന ടൈമിൽ ഞാൻ ഭയങ്കരമായിട്ട് മൂഞ്ചിപ്പോയിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി BR റാങ്ക്ഡ് ആണ് കേട്ടോ. സാധാരണയുള്ള ബാറ്റിൽ റോയൽ ഇല്ല, അതല്ല ആക്ച്വലി. ഇത് ശരിക്കുള്ള BR ആണ്. ഇവിടെ നിന്ന് തന്നെ ഞാൻ 3 കില്ല് എടുക്കുന്നുണ്ട്. കണ്ടില്ല, ആ ഐറിസ് ഇട്ടിട്ട് ഒരുത്തനെ ഞെക്കി പിടിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് മറ്റവനെയും കൂടി നൈസിനങ്ങ് എടുത്ത് പാസ്സാക്കാന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് അവനെ കിട്ടിയില്ല. അതിനൊരു മെയിൻ പ്രോബ്ലം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ ഇവിടെ വന്ന ടൈമിൽ അവൻ താഴെയായിരുന്നു. എന്നിട്ട് ഞാൻ മറ്റേ ഹൊറിസാലിനില്ല അതിട്ട് പൊങ്ങാൻ നോക്കി, എന്നിടത്തേക്കും ലവൻ എന്നെ എക്സമേറ്റ് ഡേഡ് ഷോട്ട് അടിച്ചിട്ടു. അതിലൊന്നും നമ്മൾ തളരൂല. നമ്മൾ നൈസിന് വീണ്ടും അങ്ങ് ഇറങ്ങി, എനിമീനെ അങ്ങ് കുത്തിപ്പിടിച്ചെടുക്കാനായിട്ട് നമ്മൾ നൈസിന് അങ്ങ് ഇറങ്ങി. ഞാനിപ്പോൾ ഇറങ്ങുന്നത്, നേരത്തെ ഞാൻ കില്ലെടുത്ത എനിമി ഉണ്ടല്ലോ, ആ എനിമിക്ക് മുന്നേ അവിടെ ഒരു എനിമി കില്ലായിരുന്നു. ആ എനിമിയുടെ ലൂട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഇറങ്ങുന്നത്. ഇപ്പം ഞാൻ ആ ലൂട്ട് എടുത്ത് ഇറങ്ങുന്ന ടൈമിൽ തന്നെ എനിക്ക് SKSും P90 കിട്ടും. പിന്നെ അവിടെ നിന്ന് ഞാൻ നൈസിന് P90 എടുത്തുകൊണ്ട് പോകുമ്പോൾ എനിക്ക് എൻ്റെ ലൂട്ടിൽ നിന്ന് തന്നെ എനിക്ക് മറ്റേ MP5 ഇല്ല, അതെനിക്ക് എക്യുപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ MP5 SKSും കൊണ്ടാണ് പോകുന്നത് ഇപ്പോൾ. ഓക്കെ, അത് ഡബിൾ നാറി മറ്റേ ഇതില്ലേ, എന്താ പറയുക, ഡബിൾ വേർഷൻ MP5 കൊണ്ട് പോകും. അങ്ങനെ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് തന്നെ ഒരു കില്ല് എടുക്കും കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ ഒരു കില്ല് ഫസ്റ്റ് തന്നെ പോയിട്ട് പാസ്സാക്കും. ഇപ്പോൾ ഒരു എനിമി ഇങ്ങോട്ട് കയറി വരും, അവനെ നൈസിന് അങ്ങ് ഞെക്കി പിടിക്കും. എന്നിട്ട് എൻ്റെ HP ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പം ഞാൻ ഐറിസ് വന്നിട്ടു, അവനൊരു 9 HP കൊടുത്തു, ഒരു 18 ഹെഡും അങ്ങിട്ടു, അവനെ അങ്ങ് എടുത്തു. അവൻ മറ്റേ സാധനമൊക്കെ ഇട്ട് എന്നെ ഞെക്കി അങ്ങ് എടുക്കാൻ നോക്കിയാണ്, പക്ഷെ അത് നടന്നില്ല, ഞാൻ MP5 ഇട്ടതുകൊണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് MP5 ഇടുമ്പോഴത്തേക്കും എനിക്കൊരു പ്രത്യേകതര ഫീലാണ്, ഞാൻ പെട്ടെന്ന് കില്ലെടുക്കും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ താഴത്തേക്ക് ഒന്ന് കുനിയുന്നുണ്ട്. എന്താ ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ അത്തേലോട്ട് കയറി ഇരിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, എനിക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഹെഡ് അടിച്ചിടാം. അതുകൊണ്ട് ഞാനിങ്ങനെ ഒന്ന് കുനിഞ്ഞിരുന്നു. പിന്നെ നോക്കിയപ്പോഴത്തേക്കും
എനിക്ക് സൈഡിൽ കൂടി ഒന്ന് ഇറങ്ങണമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഇറങ്ങാനായിട്ട് ഞാൻ ആ മറ്റേ വഴി നോക്കിയപ്പോൾ എനിക്കതുവഴി നടന്നിട്ടുണ്ടായില്ല. ഞാൻ മറ്റേ വഴി കൂടി കുനിഞ്ഞു പോയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കോയിനും എടുത്തുകൊണ്ട് അവിടെ നൈസിനങ്ങ് ചെന്നപ്പോഴത്തേക്കാണ് ഒരുത്തൻ ദദ്ദുവഴി അങ്ങ് പോകുന്നു. ഒന്നും നോക്കിയില്ല, ഈ സ്റ്റെപ്പിന്റെ അവിടെ നിന്നു ഒറ്റയൊരടി, ഒറ്റയൊരടിയല്ല കുറച്ചടി അടിച്ചു, ഓഫീസർക്കാരനെ എടുത്ത് തീർത്തു. പിന്നെ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും അവിടെ ഇട്ട് എനിമി. ഒന്നും നോക്കിയില്ല, ഐറിസ് ഇട്ട് അവന്റെ കുത്തിപ്പിടിച്ച് അവന്റെ അണ്ണാക്കും എല്ലും എല്ലാം അങ്ങ് എടുത്തു. അതിന്റെ ഇടയ്ക്കൂടിയാണ് എന്നെ ഒരുത്തൻ വണ്ടി കൊണ്ട് ഇടിച്ചിടാൻ നോക്കി. ഇപ്പൊ കാണിച്ചു തരാം അത്. ഇതുണ്ട്, ഇപ്പൊ ലവൻ നൈസിന് ഇറങ്ങും. അവനെ ഞാൻ ഐറിസ് ഇട്ട് ഞെക്കി പിടിക്കാനായിട്ട് നോക്കണം. ഒരുത്തനെ ഐറിസ് ഇട്ട് ഞാൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരുത്തനെ എനിക്ക് ഐറിസ് ഇടാൻ പറ്റിയില്ല എനിക്ക് അവനെ. ആ ടൈമിൽ ഞാൻ അങ്ങോട്ട് നൈസിന് ഇറങ്ങി അവനെ എടുക്കാൻ നോക്കുവാണ്. ഇപ്പൊ അവനെ ഇറങ്ങി എടുക്കാൻ നോക്കുവാണ് ഞാൻ. പക്ഷെ എനിക്ക് ഇറങ്ങി അവനെ എടുക്കാൻ നോക്കിയ ടൈമിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല. ആ ടൈമിൽ ഞാൻ UAV ഇട്ടിട്ട് നൈസിന് പോയിട്ട് മറ്റേ ഗ്രാനേഡും എടുത്ത് അവന്റെ ഗ്ലുവാളിന്റെ അകത്തേക്ക് ഒരൊറ്റ ഇടല്. അവന് 140 കേട്ടോ ഡാമേജ് കൊണ്ടത്. അതിന്റെ 140 അല്ല 147 ഡാമേജ്. പിന്നെ ഞാൻ ഗ്രാനേഡ് ഇടാൻ നോക്കിയപ്പോഴത്തേക്കാണ് ഒരുത്തൻ പറന്നടിച്ച് വരുന്നത്. അവൻ എൻ്റെ കില്ല് കുമ്മാതിരിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് കില്ലങ്ങ് പാസ്സാക്കി എൻ്റെ. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് സാധനം ഇട്ടപ്പോഴത്തേക്കും നൈസിനങ്ങ് ഒഴിഞ്ഞു മാറി അവിടെ. പക്ഷെ നമ്മള് വിട്ട് കൊടുക്കൂല ഗൈസ്, നമ്മള് സാധനം കിട്ടും, നമ്മുടെ കില്ലാടി സാധനം കിട്ടും. നമ്മളങ്ങ് അവനെ നൈസിന് എടുക്കാൻ നോക്കിയാണ്. ഹെഡ് വരെ വീണിട്ട് അവൻ ചത്തില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, ഓരോരുത്തർ പിടിക്കല, അവൻ ചത്തു. അവന്റെ സോണി ഒന്ന് നമ്മുടെ അടുത്ത് വലിക്കുകയല്ലെന്ന് പറഞ്ഞ് നമ്മളൊരൊറ്റ അടി. രണ്ടാമത്തവന് നൈസിന് തീർത്തു. അന്നേരമാണ് നമ്മുടെ ടൈം ലിമിറ്റഡ് ഓട്ടോ റിവൈവൽ തീർന്നത്. ഞാൻ നൈസിന് മെഡും അടിച്ചിട്ട് അവിടെ നിന്ന് നൈസിന് അങ്ങ് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഞാനിങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ടിൽ ഒരു എനിമിയും കൂടി പ്രത്യക്ഷപ്പെട്ടു. അവനെ നൈസിന് അങ്ങ് SKSും മറ്റേ സാധനം ഇട്ടങ്ങ് തീർത്തു. എന്താ പറയുക, ഐറിസും ഇട്ടങ്ങ് തീർത്തു. ഞാൻ വരെ മറന്നുപോയി എൻ്റെ കാര്യം. കാരണം ഞാൻ എപ്പോഴെപ്പോഴും മറന്നു പോകുന്ന ഒരാളാണല്ലോ. അതുകൊണ്ട് ഇവിടെയല്ല, വേറെ ഈ സൈഡിൽ നിൽക്കുമ്പോഴത്തേക്കാണ് ഒരുത്തനെ ഞാൻ ഞെക്കി പിടിച്ച് തീർക്കുന്നത്. പക്ഷെ എനിക്ക് അവനെ അങ്ങ് കിട്ടിയില്ല. ഇവിടെ നിന്നപ്പോഴത്തേക്ക് ഞാൻ ആ സൈഡ്, ഞാൻ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നായിരുന്നു, അന്നേരം എനിക്ക് അവനെ കിട്ടി. ഇപ്പൊ ടോട്ടൽ 10 ലൈവ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് കുറച്ച് ലൈവ്സ് എനിക്ക് എടുക്കാൻ പറ്റി. ടോട്ടൽ പറയുകയാണെങ്കിൽ 12-13 കില്ല് ഞാൻ സോളോയിൽ നിന്ന് ഞാൻ എടുത്തു. ബൂയ അടിച്ചു. അവനൊരു 44 കൊടുത്തു. പക്ഷെ അവരുടെ ഒരു പരിപാടി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവൻ്റെ ഇരുന്നത് മറ്റേ സംഭവം നിങ്ങൾക്ക് അറിയത്തില്ല, SVDY. അത് വിട്ട് അവനെന്നെ ഗ്ലൂവാളിൻ്റെ അകത്തൂടി അടിക്കാൻ കുറേ തവണ നോക്കി, അതങ്ങ് ഏറ്റില്ല. അതിന് മെയിൻ കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഈ താഴെയായിട്ടൊരു നീല സിമ്പൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ നീല സിമ്പൽ തന്നെയാണ് അതിൻ്റെ മെയിൻ കാരണം. എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ നീല സിമ്പിൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആ നീല സിമ്പിൾ കിട്ടുമല്ലോ നമുക്ക്. ആ സിമ്പിൾ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു പ്രത്യേകതയുണ്ട്. ഓക്കെ, ഇപ്പം അവൻ നൈസിന് ഇങ്ങോട്ട് വരും. ആ ടൈമിൽ തന്നെ അവനെ നല്ല രീതിക്ക് ഒരൊറ്റ ഞെക്കിൽ അങ്ങ് തീർക്കും. ഇപ്പോഴാണ് ഞാൻ കിങ്സ് ലെയർ ആയത് കേട്ടോ. പിന്നെ നമുക്ക് 3 കില്ലും കൂടി എക്സ്ട്രാ കിട്ടി. അത് അത്യാവശ്യം കൊള്ളായിരുന്നു. ആ 3 കില്ല് കൊള്ളാം. ഇവിടെ തന്നെ ഞാൻ അത്യാവശ്യം കില്ല് ഞാൻ വാരിയിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ തന്നെ. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും വെടിവെപ്പിന്റെ ചിഹ്നം കാണിച്ചത്. ഈ കിടക്കുന്ന കില്ല് മൊത്തം എൻ്റെ. സത്യം പറഞ്ഞ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ കില്ലൊക്കെ എടുക്കുന്നത് തന്നെ. ഇപ്പൊ എൻ്റെ കയ്യിൽ 2000 കോയിൻസ് ഉണ്ട്. ഞാൻ ഇങ്ങനെ എനിമിനെ നോക്കി നടക്കുവാണ്. ഞാനിങ്ങനെ എനിമീനെ നോക്കി നടക്കുന്ന ടൈമിലാണെങ്കിൽ അവിടെ ഒന്നും ഒറ്റ എനിമീസ് ഇല്ല. ഞാൻ അവിടെ നിന്ന് നൈസിന് അങ്ങ് മാറിയപ്പോഴത്തേക്കും
എൻ്റെ ഫ്രണ്ടിൽ തന്നെ 4-5 എനിമീസ് പെട്ടു. ഇതിപ്പോൾ ഫൈനൽ ഫൈറ്റാണ്. 6 ലൈവ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ അകത്തുനിന്ന് 13 കില്ല് ഞാൻ വാരിയാണ്. 13 ആക്ച്വലി 14 കില്ല് ഞാൻ വാരിയാണ്. ഇതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 13 കില്ലാണ് ഞാൻ വാരിയിട്ടുള്ളത്. ആ 6 ലൈവ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഏകദേശം ഒരു 14 കില്ല് വാരിയാണ്. ഏകദേശം എന്നല്ല, 14 കില്ല് മിനിമം വാരിയാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളൊക്കെ എപ്പോൾ നോക്കിയാലും ഈ VR സോളോ ചെല്ലുമ്പോഴത്തേക്കും ചിലവരൊക്കെ പെട്ടെന്ന് ചാവും. അപ്പം അതിനുള്ള ഒരു റിമഡി എന്ന് വേണമെങ്കിൽ പറയാം. MP5 എടുത്തുകൊണ്ട് നിങ്ങൾ പോവുക, സെറ്റായിരിക്കും. ഉള്ള കളി മൊത്തം നിങ്ങൾ എടുത്തിരിക്കും. കാരണം എന്താണെന്ന് പറയുകയാണെങ്കിൽ MP5ന് ഒരു പ്രത്യേകത ഉണ്ട്. നല്ല ആട്രിബ്യൂട്ട്സും എല്ലാം ഉണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു പ്രത്യേകത ഒരു MP5 ഉണ്ട്, വാമ്പയർ MP5. ആ MP5 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭമാണ്. ഡബിൾ എന്താ പറയുക, ഡാമേജും സിംഗിൾ റേറ്റ് ഓഫ് ഫയറും ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വെച്ചിട്ട് തന്നെ ഒരുത്തൻ കോഡ് ഇട്ട് നോക്കിയായിരുന്നു, പക്ഷെ എനിക്ക് അവനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. ഇപ്പോഴാണെന്ന് തോന്നുന്നു എൻ്റെ കണ്ണിലൊരു എനിമി പെടുന്നത്. ആക്ച്വലി ഞാൻ അതിൻ്റെ അവിടെ കൂടി 2-3 പ്രാവശ്യം ഓടിക്കഴിയുമ്പോഴാണെന്ന് തോന്നുന്നു എൻ്റെ കൺമുന്നിലായിട്ടൊരു എനിമി പ്രത്യക്ഷപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് മുമ്പിലും പുറകിലായിട്ടൊക്കെ ഇഷ്ടംപോലെ എനിമീസ് ഉണ്ടായിരുന്നു. ഞാൻ അധികമൊന്നും എനിമീസിനെ അങ്ങ് മൈൻഡ് ചെയ്യാൻ പോയില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് മൈൻഡിലേക്ക് തുടങ്ങി. കണ്ട, ഇതാണ് എൻ്റെ എന്താ പറയുക 11ാമത്തെ എനിമി. ഓക്കെ, ഞാൻ ഇവനെ കൊല്ലാനായിട്ട് നോക്കുമ്പോഴത്തേക്കും എന്നെ കാറടിച്ച് വേറെ ഏതോ ഒരു എനിമി വരുമെന്നാണ് എനിക്കൊരു വിശ്വാസം. കാരണം അങ്ങനെയാണ്. ഇത് തന്നെ. ഇവിടെ ഞാൻ അവനെ അങ്ങനെ ഐസി ഞെക്കി അങ്ങ് എടുക്കും. കണ്ടില്ലേ? അത് കഴിഞ്ഞിട്ടാണ് ഫൈനൽ എനിമീനെ ഞാൻ കാണുന്നത് തന്നെ. അവനെ വീടിൻ്റെ അകത്തങ്ങ് ഒളിച്ചങ്ങിരിക്കുമായിരുന്നു. പക്ഷെ ഞാനങ്ങ് മാസ് ലെവലിലങ്ങ് കയറിച്ചെന്ന് ആ എനിമീനെയും കൂടി അങ്ങ് എടുത്തു. ഓക്കെ, ഇപ്പോഴാണ് എൻ്റെ മെയിൻ കളി വരുന്നത്. ഇപ്പോൾ ആ എനിമീനെ ഞാൻ ശ്രദ്ധിക്കും. ടൈമിൻ്റെ എനിമീൻ്റെ കുറേ ഹെൽത്തൊക്കെ കുറച്ച് സെറ്റാക്കി വെക്കും. പക്ഷെ ഞാൻ അന്നത്തേക്കും മറ്റേ ഹെഡ് ഷോട്ടൊക്കെ അടിച്ച് അവനെ അങ്ങ് തീർക്കും. പിന്നെ ഞാൻ HP ഒക്കെ കൂട്ടി എന്നാ പറയുക എനിമിയുടെ അടുത്തേക്ക് ചെല്ലും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലാഷ് ഫ്രീസ് ഇടും എനിമിയുടെ അടുത്തോട്ട് ചെന്നിട്ട്. പക്ഷെ ഞാൻ ഇപ്പോഴല്ല കേട്ടോ, ആക്ച്വലി ഞാൻ എനിമീനെ കാണുന്നത് ഇപ്പോഴല്ല, ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ഞാൻ എനിമീനെ കാണുന്നത്. ഓക്കെ, അങ്ങോട്ട് ഞാൻ ഫോർവേഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഞാൻ 4x ഫോർവേഡിലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഇവിടെ ഒന്നും അല്ല ആക്ച്വലി ഞാൻ എനിമീനെ കണ്ടത്. ഓക്കെ, അപ്പം ഞാനത് കാണിച്ചു തരാം. ഇവിടെ ഇട്ടാണ് ഞാൻ എനിമീനെ കാണുന്നത്. അപ്പം ഞാൻ കുറച്ച് റീവൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ലോഡിങ്ങിലാണ് റീപ്ലേ. അപ്പം ഞാനത് കാണിച്ചു തരാം. റീപ്ലേ ലോഡിങ്ങിലാണ്, കണ്ടില്ല? ഇത് ആക്ച്വലി ഇതല്ലായിരുന്നു കേട്ടോ. ആക്ച്വലി എൻ്റെ വേഷം ഇതല്ലായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. ഇതല്ല എൻ്റെ വേഷം. ഞാൻ എൻ്റെ വേഷം ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പം അത് ലോഡാവുന്നതുകൊണ്ടാണ് കാണുന്നത്. ഓക്കെ, ഇപ്പം അവൻ മറ്റേ സാധനം എനിക്ക് അത്യാവശ്യം ഡാമേജ് തരും അവൻ. കണ്ടില്ലേ? എന്നിട്ടും നമ്മൾ പതറാതെ നിന്ന് അവനെ അടിക്കാനായിട്ട് നോക്കും. ഓക്കെ, ഇപ്പം എനിക്ക് അത്യാവശ്യം ഇത് കിട്ടും, HP കയറി ഫുള്ളായിട്ട്. സോ ഇനിയാണ് ഞാൻ ഈ എനിമിയുടെ അടുത്തിട്ട് ഗ്രാനേഡ് ത്രോ ചെയ്യുന്നത്.
പിന്നെ ചിലവർക്കുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും, എൻ്റെ നേരത്തെ ഞാൻ കളിച്ചുകൊണ്ടിരുന്നത് വോൾട്ട് ഡയനച്ച് ഫോർട്ടൻ P3 എന്ന് പറഞ്ഞ ഐഡിയിലായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ ആരും വിഷമിക്കണ്ട ഗീസ്, ആ ഒരു ഐഡി തന്നെയാണ് ഇത്. ഞാൻ ഐസിനൊന്ന് നെയിം ചേഞ്ച് ആക്കിയെന്നേ ഉള്ളൂ, ആ ഒരു ഐഡി തന്നെയാണിത്. അപ്പം ഞാൻ ഇവിടെ നിന്ന് നൈസിന് ഈ സാധനം എടുക്കും, എന്നിട്ട് ഞാൻ ഇവിടെ നൈസിന് ഇരുന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കാണ് എനിമി. അപ്പം ഞാൻ നൈസിന് ഒരു സാധനം ഇഗ്നീസിൻ്റെ ക്യാരക്ടർസിലില്ലേ, അതിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിമി നോക്കായി. പിന്നെ ഞാൻ നൈസിനെ ഞെട്ടിപ്പിടിച്ച് അവനെയും കൂടി ഇങ്ങോട്ട്. ഇതാണ് കേസ് എൻ്റെ ഫസ്റ്റ് സോളോ ബൂയ. ഞാൻ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും അപ്പുറത്ത് എൻ്റെ ഒരേ ഒരു സോളോ ബൂയ ഇതാണ്. ഓക്കെ, പിന്നെ ഇത്രേ ഉള്ളൂ കേസ് വീഡിയോ.